ഹായ്, ഹലോ, ഹൗ ആർ യു? ഞാൻ ഡോക്ടർ ഫരീദ് റഹ്മാൻ, കൊട്ടാമ്പാറ ആയുർവേദ ഡിമെൻഷ്യ കെയറിലെ ഡിമെൻഷ്യ സ്പെഷ്യലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, എൻ്റെ സ്പെഷ്യാലിറ്റി കേട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, ഡിമെൻഷ്യയെക്കുറിച്ചാണ്. ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ മേധാക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറവി രോഗം. അപ്പോൾ എന്താണ് ഈ മറവി രോഗം? അത് ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, മറവി രോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പേരിൽ തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നു പോവുക അല്ലേ. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും, ഓർമ്മക്കുറവ് അല്ലെങ്കിൽ നമുക്ക് മറവി ഉണ്ടാവില്ലേ? അപ്പോൾ എന്താണ് ഈ മറവി രോഗവും നമുക്കുണ്ടാവുന്ന ഈ മറവിയും തമ്മിലുള്ള എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ടും ഡിമെൻഷ്യയിലോട്ട് വരുന്ന സമയത്ത് അതിന് അതിൻ്റേതായിട്ടുള്ള പാത്തോളജിക്കൽ ചേഞ്ചസ് ഉണ്ടാവും, അതായത് ശരീരത്തിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. നമുക്കുണ്ടാവുന്ന ഓർമ്മക്കുറവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിനായിട്ട് നമ്മൾ ഇറങ്ങി പോവുക, പിന്നെ ഇറങ്ങുന്ന സമയത്ത് അത് ചെയ്യാൻ വിട്ടു പോവുക, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറന്നു പോവുക. ഇത് സ്വാഭാവികമായിട്ടും നമ്മളിലൊക്കെ കാണുന്നൊരു വിഷയമാണ്. ബട്ട് നമ്മളത് ചില കാര്യത്തിലൊക്കെ അത് ശ്രദ്ധക്കുറവും ഉണ്ടാവും, അങ്ങനെയും ഉണ്ടാവും. അതും ഒരു ഓർമ്മക്കുറവിൻ്റെ ഓർമ്മക്കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടാം. ഓക്കെ, അപ്പോൾ ഈ മറവി രോഗത്തിൻ്റെ കേസിൽ, നമ്മൾ ഡിമെൻഷ്യയുടെ കേസിൽ വരുന്ന സമയത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ട് ഒരാളുടെ ദൈനംദിന ജീവിതത്തിൽ അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഇൻ്റർഫിയർ ആയിട്ട് വരുമ്പോഴാണ് അത് ഡിമെൻഷ്യയുടെ ഒരു സിംറ്റമായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ അതിനെ അങ്ങനെ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് ആദ്യം തന്നെ ഡിമെൻഷ്യ എന്ന് പറയുകയല്ല ചെയ്യുക. അതിൻ്റേതായ അസസ്മെൻറ്റും നമ്മളുടെ ടെസ്റ്റിംഗ് എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ MRI CT അങ്ങനെയുള്ളതൊക്കെ എടുത്ത് ബ്രെയിനിൻ്റെ ഒരു പഠനം നടത്തിയിട്ടൊക്കെയാണ് അതിൻ്റേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻസ് ബ്രെയിനിൽ കാണുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അതിൻ്റെ ഒരു ഡയഗ്നോസിസിലോട്ട് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇങ്ങനെയുള്ളതിൽ ഒരു CT ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ അട്രോഫി ഉണ്ടാവും, സെറിബ്രൽ അട്രോഫി, തലച്ചോറിന് ചുരുക്കം സംഭവിക്കാം. അപ്പോൾ ഈ ചുരുക്കം സംഭവിക്കുന്നത് മിക്ക സ്കാനിലും ഏജ് റിലേറ്റഡ് സെറിബ്രൽ അട്രോഫി എന്നൊക്കെയാണ് പറയുക. ബട്ട് ഏജിനൊരു ഇതുണ്ടെങ്കിലും എല്ലാ ഡിമെൻഷ്യം ഏജ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ ഉണ്ടാവണമെന്നില്ല. ഇപ്പം നമ്മുടെ ഇപ്പോൾ ഒരു 60 years ആയിട്ടുള്ള ഒരാൾ, മെയിൽ ഓർ ഫീമെയിൽ, അപ്പോൾ അവർക്കൊരു ഓർമ്മക്കുറവുണ്ട് എന്ന് വിചാരിച്ച് നമ്മളത് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് തലച്ചോറിന് ചുരുക്കമുണ്ട്, അപ്പോൾ പ്രായം കൊണ്ടാണ്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എൻ്റെ ഒപ്പീനിയനിൽ. കാരണം എല്ലാ പ്രായമായിട്ട് വരുന്ന ആളുകൾക്കും ഓർമ്മക്കുറവ് ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഒരു 60 yearsൻ്റെ മേലുള്ള ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ, 90 വയസ്സായിട്ടുള്ള നമ്മുടെ ചുറ്റുവട്ടം ഇപ്പോഴുള്ള ആളുകൾ, അവർക്ക് ഓർമ്മക്കുറവൊന്നും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ഏജാണ് ഇതിൻ്റെ മാനദണ്ഡം. അല്ലെങ്കിൽ സെറിബ്രൽ അട്രോഫി ഏജ്ഡ് ആയിട്ട് വരുന്ന എല്ലാ ആൾക്കും ഇതുപോലെ ഓർമ്മക്കുറവ് ഉണ്ടാവും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം അത് ഇല്ലാത്ത ആൾക്കാരുണ്ട്, അതുകൊണ്ടാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി എങ്ങനെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക എന്നുള്ളതിലോട്ട് നമുക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈപ്സ് പലതരത്തിലുണ്ട്. ഡിമെൻഷ്യയുടെ ടൈപ്സ് തന്നെ, ഡിമെൻഷ്യയുടെ ടൈപ്സ് പലതരത്തിലുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ടൈപ്സ് ഓരോ ഡിമെൻഷ്യ അത് വരാനുള്ള ഓരോരോ കാരണങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ടൈപ്സും കാര്യങ്ങളൊക്കെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അൽഷിമേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉണ്ട്, വാസ്കുലാർ ഡിമെൻഷ്യ ഉണ്ട്, ഡിമെൻഷ്യ വിത്ത് ലെവി ബോഡീസ്, ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, മിക്സഡ് ഡിമെൻഷ്യ, പാർക്കിൻസൺ ഡിമെൻഷ്യ, അങ്ങനെ പലതരത്തിലുള്ള ഡിമെൻഷ്യകളും ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നത് ഡിമെൻഷ്യയുടെ സിംറ്റംസിനെ കുറിച്ചിട്ടാണ്. ഡിമെൻഷ്യയുടെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചില ഇതിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഡിമെൻഷ്യയുടെ സിംറ്റംസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കുക അത് പ്രായം കൊണ്ട് വരുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാതെയും വരാറുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഡിമെൻഷ്യയുടെ സിംറ്റംസ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, ഏതൊരാൾക്കും ഓർമ്മക്കുറവിലോട്ട് നയിക്കുമ്പോൾ അതിന് മെയിൻലായിട്ട് ഒരു 4 സ്റ്റേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ്ലി അത് 7 സ്റ്റേജസ് ആണ്. ബട്ട് ഞാനൊരു 4 സ്റ്റേജ് ആക്കിയിട്ട് അത് ചുരുക്കിയിട്ട് പറഞ്ഞു തരാം. ഓക്കെ,
ഏതൊരാൾക്കും ഓർമ്മക്കുറവ് ഉണ്ടാകുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന ഒരു മെയിൻലി 2 സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയും. അതായത് ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ പറഞ്ഞ കാര്യം 10-15 മിനിറ്റ് കഴിഞ്ഞ് അവർ മറന്നു പോകും. 15 മിനിറ്റ് കഴിഞ്ഞ് മറന്നു പോകുമ്പോൾ അങ്ങനെ സംഭവം പറഞ്ഞതായിട്ട് തന്നെ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. പക്ഷെ കേൾക്കുന്ന നമുക്കറിയാം നേരത്തെ പറഞ്ഞതാണെന്നുള്ളത്. അപ്പോൾ ആദ്യം ഉണ്ടാവുന്ന സിംറ്റംസാണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാം. പിന്നെ അതേപോലെ തന്നെ അവർ സ്ഥിരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം അവർ മറന്നു പോകും. അപ്പോൾ മറന്നു പോകുമ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ അവർ തന്നെ ചിലപ്പം പറയുമായിരിക്കാം, ഞാൻ എവിടെയോ വെച്ചതാണ്, ഇപ്പോൾ മറന്നു പോയതാണ്, നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് എടുത്ത് തരണം. അപ്പോൾ കുട്ടികളോടൊക്കെ പറയും, അല്ലെങ്കിൽ മക്കളോടൊക്കെ പറയും, ഞാനത് എവിടെയോ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എനിക്ക് എടുത്ത് തരണം എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ആ ഓർമ്മക്കുറവ് സാധാരണ ഉള്ള രീതിയിൽ തന്നെ നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ നമ്മൾ അത് അത്ര കാര്യമായിട്ട് എടുക്കില്ല. ഓക്കെ. അപ്പോൾ ഇതിലിവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡിമെൻഷ്യയിൽ ഞാൻ പറഞ്ഞു നേരത്തെ 4 സ്റ്റേജസ് ഉണ്ട് എന്ന് പറഞ്ഞത്. ആ 4 സ്റ്റേജസിലും ഓരോ സ്റ്റേജും കടന്നു പോകാൻ ഏകദേശം ഒരു 8 months or 1 year വരെ എടുക്കും. ഡിപ്പെൻഡ്സ് അവരുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻസിനനുസരിച്ചിട്ട്. ഓക്കെ. വലിയ കുഴപ്പമില്ലാത്തൊരു മെൻ്റൽ കണ്ടീഷൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഒരു 1 year വരെ നീണ്ടു പോകാനും സാധ്യതയുണ്ട്. മോർ ദാൻ 1 year വരെ നീണ്ടു പോകും. ഓക്കെ. ബട്ട് അത് അതേപോലെ തന്നെ കുറയും ചെയ്യും. അവരുടെ ഫിസിക്കൽ കണ്ടീഷൻസിൽ എന്തെങ്കിലും മറ്റുള്ള ഇഷ്യൂസ്, കാർഡിയക് കംപ്ലയിൻറ്റ്സ്, നേരത്തെ ബ്ലോക്ക്, അങ്ങനെയുള്ള വാസ്കുലാർ കംപ്ലയിൻറ്റ്സും അങ്ങനെ എന്തെങ്കിലുമുള്ള ആളുകൾക്ക് അത് ചുരുങ്ങാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസിലോട്ട് കിടക്കാം. സിംറ്റംസിൽ വരുന്ന സമയത്ത് ആദ്യം ഉണ്ടാകുന്നതാണ് ഞാൻ ആ ഫസ്റ്റ് സ്റ്റേജിലെ സിംറ്റംസ് തന്നെ പറഞ്ഞത്. ഇനി അത് സെക്കൻഡ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടെ പറഞ്ഞുതരാം. ഈ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞ 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മറന്നു പോയിരുന്നെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ ആ പറഞ്ഞൊരു ഹോൾഡിംഗ് കപ്പാസിറ്റി അവർക്ക് ഉണ്ടാവില്ല. ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക, അവിടെ പറഞ്ഞ അപ്പം തന്നെ മറന്നു പോകും. പറഞ്ഞ അപ്പം തന്നെ മറന്നു പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, സംസാരം കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മൾ കേൾക്കുന്ന നമുക്കറിയാം, അച്ഛൻ നേരത്തെ പറഞ്ഞതാണ് ഈ വിഷയം എന്ന് പറഞ്ഞു, അത് നമ്മൾ അവരോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് അവർ അതിന് മറുപടി പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ സംസാരം കൂടുതലായിട്ട് വരും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞു, പേഴ്സണൽ ബിലോങ്ങിങ്സ്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വെക്കും, ആ വെച്ച സ്ഥലം മറന്നു പോകും. പക്ഷേ ഫസ്റ്റ് സ്റ്റേജിൽ അവരെന്നെ പറയുമായിരുന്നു, ഞാനത് എവിടെയോ വെച്ചതാണ്, മറന്നു പോയതാണ്, കിട്ടുകയാണെങ്കിൽ എനിക്ക് നിങ്ങൾ എടുത്ത് തരണം എന്ന രീതിയിൽ പറഞ്ഞിരുന്ന സെയിം പേഴ്സൺ തന്നെ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ അവർ പറയാം, ഞാനത് ഇന്ന സ്ഥലത്താണ് വെച്ചിരുന്നത്, എനിക്ക് നല്ല ഉറപ്പാണ്, ഇപ്പം അതവിടെ കാണാനില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മാറ്റിയിട്ടുണ്ടാവാം, നിങ്ങളല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവാം. അപ്പോൾ എന്താണ് അവിടെ ഡൗട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും സെക്കൻഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത്. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിൽ ഉണ്ടാവുമ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ആൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസിൽ സംശയങ്ങൾ ഉണ്ടാവാം, തോന്നലുകൾ ഉണ്ടാവാം, ആങ്സൈറ്റി ഉണ്ടാവാം. അത് സോഷ്യൽ ആങ്സൈറ്റി ആവാം, അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആവാം, അങ്ങനെ പല രീതിയിലായിട്ടുണ്ടാവും. ഈ സമയത്ത് തന്നെ നേരത്തെ ദേഷ്യം ഇല്ലാത്ത ആൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാം. അതേപോലെ തന്നെ പെട്ടെന്ന് സങ്കടം ഉണ്ടാവാം, എന്നാരും നോക്കുന്നില്ല, എൻ്റെ കാര്യത്തിൽ ആരും ശ്രദ്ധിക്കാനില്ല എന്നുള്ള രീതിയിലായിട്ടും അങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാവും. ഓക്കെ. ഇനി തേർഡ് സ്റ്റേജിൽ എങ്ങനെയാണ് ഇതിൻ്റെ സിംറ്റംസിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു തരാം. ഈ തേർഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ബിഹേവിയറും കാര്യങ്ങളെല്ലാം, ക്യാരക്ടറെല്ലാം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. ഓക്കെ. അതിൽ മെയിനായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമെൻഷ്യയുടെ തേർഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് അവർക്ക് ഇപ്പോഴത്തെ ഓർമ്മേനേക്കാൾ കൂടുതൽ അവർക്ക് പഴയ ഓർമ്മകളായിരിക്കും. അതായത് നമുക്ക് ഒരു 5-10 മിനിറ്റ് മുമ്പേ നടന്ന കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് പറയാൻ സാധിക്കില്ല. അതേ സമയത്ത് തന്നെ ഒരു 20-30 കൊല്ലം മുമ്പേ നടന്ന ഓർമ്മകൾ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുകയും ചെയ്യും. അപ്പോൾ വീട്ടിലുള്ളവർ ചിലപ്പോൾ പറയും, ഓബിയൻ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ ഉപ്പയ്ക്കും അമ്മയ്ക്കോ ഇപ്പോൾ കുറച്ച് ഓർമ്മ കൂടുതലാണ്, എനിക്ക് പോലും അറിയാത്ത എൻ്റെ കുട്ടിക്കാലത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ക്ലിനിക്കിൽ വരുമ്പോൾ തന്നെ അവർ പറയാറുണ്ട്, അയ്യോ ഡോക്ടർ ഓർമ്മിക്കുന്നൊരു കുഴപ്പമില്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതെല്ലാം അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, 5 മിനിറ്റ് മുമ്പേ നടന്ന കാര്യങ്ങൾ അവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത്. അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഈ തേർഡ് സ്റ്റേജിൽ വരുന്ന സമയത്ത് ഇപ്പോൾ നടന്ന കാര്യങ്ങൾ പറയാൻ പറ്റില്ല, അതേപോലെ തന്നെ
അവരുടെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ഇന്നലെ നടന്നതുപോലെയായിട്ട് തോന്നുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്റ്റേജിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുള്ളൊരു കാര്യം, വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളെല്ലാം കുറഞ്ഞു പോകും. അതായത് മക്കളെ തിരിച്ചറിയാനുള്ള ശേഷി മെല്ലെ മെല്ലെ കുറഞ്ഞു പോകും. അപ്പോൾ മക്കളെ തിരിച്ചറിയാനുള്ള ശേഷി കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ കാണുമ്പോൾ ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പം എന്നെ അനിയനാണെന്ന് പറയാം, അല്ലെങ്കിൽ അച്ഛനാണ് അമ്മയാണ് എന്ന രീതിയിലാണ് അവർ പെരുമാറുക. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് അവർക്ക് ഇപ്പോഴത്തെ ഓർമ്മേനേക്കാൾ കൂടുതൽ പഴയ ഓർമ്മ കൂടുതൽ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലല്ല വേറെ വീട്ടിലാണ്, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ടാവാം, ബട്ട് അവർക്ക് പഴയ ഒരു ഓർമ്മയിൽ ആ വീടും രൂപവും മാറ്റം എല്ലാം കാണുമ്പോൾ വേറെ ഏതോ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊരു രീതിയിലോട്ട് അവർക്ക് ഓരോരോ തോന്നലുകളായിട്ട് വരും. അപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. നമ്മൾ എത്ര തന്നെ പറഞ്ഞാൽ അവരുടെ സ്വന്തം വീടാണെന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ടായിരിക്കും തോന്നുക. കാരണം ഞാൻ വേറെ ഏതാ വീട്ടിലാണ് നിൽക്കുന്നത്, എനിക്കെന്തിനാ എൻ്റെ വീട്ടിൽ പൊക്കൂടെ, ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കാം. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിട്ടുള്ള അവരുടെ അച്ഛൻ അമ്മ എനിക്ക് ഇപ്പോഴും ഉണ്ട്, എനിക്ക് അവരുടെ അടുത്തേക്ക് പോകണം, എന്നെ കാണാഞ്ഞാൽ അവർക്ക് പേടിയാവും, അവരെന്നെ ചോദിക്കും, അവരുടെ അടുത്തേക്ക് പോകണം എന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കാൻ തുടങ്ങും. അതാണ് ഈ തേർഡ് സ്റ്റേജിലായിട്ട് മെയിനായിട്ട് ഉണ്ടാകുന്ന ഒരു സിംറ്റം. ഓക്കെ, അതേപോലെ തന്നെ ഇതിങ്ങനെ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് യൂറിനറി ഇൻകോണ്ടിനൻസ് ഉണ്ടാവും. അതായത് മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരാം. മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റിൽ പോണ വഴിക്ക് തന്നെ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരിക. അതായത് അപ്പോൾ തന്നെ ബ്ലാഡർ ഫില്ലായിട്ട് യൂറിൻ പുറത്തോട്ട് പോയിട്ടുണ്ടാവും. ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ഒരു ഇമ്മീഡിയറ്റ്ലി ആ മെസ്സേജസ് അവരുടെ ബ്രെയിനിലോട്ട് എത്തുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്, ഡിലേറ്റാണ് ആ റെസ്പോൺസ് എല്ലാം. അതുകൊണ്ടാണ് ഈ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റാതെ വരുന്നതും ടോയ്ലറ്റിൽ പോണ വഴിക്ക് തന്നെ അറിയാതെ പോകുന്നതും. പിന്നെ ആ ഒരു മെസ്സേജേ ബ്രെയിനിലോട്ട് എത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂത്രം പോകുന്നതേ അറിയില്ല. അങ്ങനെ മൂത്രം അറിയാതെ പോകുന്ന സമയത്ത് ആരാ ഇവിടെ മൂത്രം ഒഴിച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാനല്ല ഇത് ചെയ്തതെന്ന് അന്ന രീതിയിലാണ് അവർ റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് മലത്തിൻ്റെ കാര്യത്തിലും. മലവും അറിയാതെ പോകുന്നൊരു അവസ്ഥയിലോട്ടെത്തും. കുറച്ചും കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ പരിസരബോധം ഇല്ലാണ്ടൊക്കെ ചെയ്യും. പരിസരബോധം ഇല്ലാണ്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊക്കെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും എല്ലാ ഫെസിലിറ്റിയും റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. ബട്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോവാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു മൂലയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും മരത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് അവർ മലമൂത്ര വിസർജനമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ചോദിക്കും, അച്ഛാ എന്താ അവിടെ അങ്ങനെ പോണേ, അച്ഛൻ്റെ റൂമിൽ പോയിക്കൂടെ എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ അവർ പറയും ഞാനെന്തിനാ ഇത് ഇങ്ങനെ ചെയ്താൽ എന്തോ കുഴപ്പമൊന്നും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർമ്മക്കുറവ് കൂടുതലായിട്ട് വരുമ്പോൾ, അതായത് ഇതിൻ്റെ തേർഡ് സ്റ്റേജിൽ വരുമ്പോൾ അവർക്ക് പഴയ ഓർമ്മ ഉണ്ടാകുമ്പോൾ അന്ന് അവർ ജീവിച്ചിരുന്ന രീതിയിലാണ് ഇപ്പോഴും ഉള്ളത് എന്ന ഓർമ്മയിൽ ആണ് അവർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലോട്ട് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പരിസരബോധം ഇല്ലാണ്ട് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. മെയിൻലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 സ്റ്റേജസ് ആണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് ലേറ്റർ സ്റ്റേജസ് ആണ്. കാരണം ഈ പഴയ ഓർമ്മയും കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾ പിന്നെ സംസാരിക്കുന്നത് മറ്റുള്ള കാര്യങ്ങളെല്ലാം കുറഞ്ഞായിട്ട് പോകും. ഓക്കെ, ഇതാണ് മെയിൻലി കാണുന്ന ഡിമെൻഷ്യ സിംറ്റംസ്. പിന്നെ അതേപോലെ തന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവാം. അത് ഡിപ്പെൻഡ്സ്. അപ്പോൾ ജനറൽ അട്രോഫി ആണെങ്കിൽ അത് സെറിബ്രം മൊത്തത്തിൽ ചുരുങ്ങി പോവുക. അതായത് 4 ലോബുകളുണ്ട്, ഫ്രണ്ടൽ, ടെമ്പറൽ, പറൈറ്റൽ, ഓസിപിറ്റൽ. അതുപോലെ തന്നെ ഫോക്കൽ അട്രോഫി ഉണ്ട്. ഫോക്കൽ അട്രോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തലച്ചോറിൽ പ്രത്യേകിച്ച് ഭാഗങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്രണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യയിൽ വരുമ്പോൾ ഫ്രണ്ടൽ ലോബും ടെമ്പറൽ ലോബും കുറച്ച് കൂടുതലായിട്ട് ചുരുക്കോടെ ഉണ്ടാവും. അപ്പോൾ ഫോക്കൽ അട്രോഫിയിൽ വരുമ്പോൾ സിംറ്റംസ് അതിൻ്റേതായ രീതിയിൽ ഡിഫറൻസ് ആയിട്ട് ഉണ്ടാവും. ഇത്രയാണ് ഡിമെൻഷ്യയുടെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. ഓക്കെ, ഇത്രയും ഞാൻ മനസ്സിലായിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഒരുപാട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കും ഒരു ബോറായിരിക്കും. ഇതേപോലുള്ള വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയാം. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതേപോലെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാം, റിപ്ലൈ തരാം, കുഴപ്പമില്ല. ഡിമെൻഷ്യ ആയിട്ട് വരുന്ന ആളുകൾ, അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡിമെൻഷ്യ ബാധിച്ചവരെ നോക്കാൻ കെയർ ടേക്കേഴ്സിന് നമ്മളെപ്പോഴും കൗൺസിലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോക്കുന്നവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം ഇതിൻ്റെ സിംറ്റംസ് വൈസ്, കാരണം അതിങ്ങനെ ഹാൻഡിൽ ചെയ്യുക ഒരു കണ്ടീഷൻ തന്നെ പറയും നമ്മൾ, BPSD, ബിഹേവിയറൽ ആൻഡ് സൈക്കോളജിക്കൽ സിംറ്റംസ് ഓഫ് ഡിമെൻഷ്യ. അതായത് മാനസികമായിട്ടും അവരുടെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരിലുണ്ടാവും. അപ്പോൾ അതൊക്കെ
ഹാൻഡിൽ ചെയ്യാൻ കെയർ ടേക്കേഴ്സിന് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇതുപോലെ മെൻ്റൽ ഡിപ്രഷൻസും കണ്ടീഷൻസൊക്കെ വന്ന് ഒരുപാട് കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടുമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇതേപോലുള്ള വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.